ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞിരിക്കുകയാണ് രൺവീർ സിംഗ് ചിത്രം ദുരന്തർ. ഇന്ത്യയിൽ നിന്ന് മാത്രം 1000 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ ബോളിവുഡ് ചിത്രം എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സിനിമ. ഇതോടെ ബാഹുബലി 2, KGF 2, പുഷ്പ 2 എന്നീ തെന്നിന്ത്യൻ ചിത്രങ്ങൾ മാത്രം ഉൾപ്പെട്ടിരുന്ന 1000 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ ഹിന്ദി ചിത്രമായി ദുരന്തർ മാറി. ആദ്യ ആഴ്ചയിൽ വലിയ കളക്ഷൻ നേടാത്ത ചിത്രം പിന്നീട് ബോക്സ് ഓഫീസിൽ കത്തിക്കയറുകയായിരുന്നു. റിലീസ് ചെയ്ത് 8ാമത്തെ ആഴ്ചയിലാണ് ചിത്രം ഈ അപൂർവ നാഴികക്കല്ല് പിന്നിട്ടത്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-നാണ് ചിത്രം റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. ആ ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രം 1.25 കോടി രൂപയിലധികം ചിത്രം സമാഹരിച്ചു. നിലവിൽ 1002 കോടി രൂപയാണ് ദുരന്തറിന്റെ ഇന്ത്യയിലെ ആകെ ഗ്രോസ് കളക്ഷൻ. 835 കോടി രൂപ നെറ്റ് കളക്ഷനാണ്. ഇതിനു മുൻപ് ഷാരൂഖ് ഖാന്റെ ജവാൻ സ്വന്തമാക്കിയ 760 കോടി രൂപയുടെ റെക്കോർഡ് ദുരന്തർ ഇതോടെ മറികടന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്താണ് ദുരന്തർ ഇപ്പോഴുള്ളത്. 1471 കോടി രൂപ നേടിയ പുഷ്പ ദ റൂൾ, 1417 കോടി രൂപ നേടിയ ബാഹുബലി ദ കൺക്ലൂഷൻ എന്നിവയാണ് ലിസ്റ്റിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളത്. 1001 കോടി രൂപയുമായി കന്നഡ ചിത്രമായ KGF ചാപ്റ്റർ 2 4ാം സ്ഥാനത്താണ്. പട്ടികയിലെ ആദ്യ 4 സ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നല്ലാത്ത ഒരേയൊരു ചിത്രമായി മാറിയിരിക്കുകയാണ് ദുരന്തർ. അന്താരാഷ്ട്ര വിപണിയിലും വൻ പ്രകടനം തന്നെയാണ് ഈ സ്പൈ ത്രില്ലർ ചിത്രം കാഴ്ചവെച്ചത്. ചില ഗൾഫ് രാജ്യങ്ങളിലും പാകിസ്ഥാനിലും ദുരന്തറിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതുമൂലം ഏകദേശം 100 കോടിയിലധികം രൂപയുടെ വരുമാന നഷ്ടം നിർമ്മാതാക്കൾക്കുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലെ നിരോധനം വകവയ്ക്കാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് $33 മില്യൺ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 1300 കോടി രൂപയാണ് ദുരന്തറിന്റെ ആഗോളതലത്തിലുള്ള ആകെ ഗ്രോസ് കളക്ഷൻ. രൺവീർ സിംഗിനെ കൂടാതെ അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സാറ അർജുനാണ് ചിത്രത്തിലെ നായിക. പാകിസ്ഥാൻ പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രത്തിൽ ഭീകരവാദ ശൃംഖലയിലേക്ക് നുഴഞ്ഞു കയറുന്ന അണ്ടർ കവർ ഏജന്റായാണ് രൺവീർ സിംഗ് എത്തുന്നത്. നേട്ടങ്ങൾ സ്വന്തമാക്കി വാർത്തകളിൽ ദുരന്തർ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രേക്ഷകരുടെ ആവശ്യം ഇരട്ടിപ്പിച്ചുകൊണ്ട് സിനിമയുടെ 2ാം ഭാഗവും ഉടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തർ 2 മാർച്ച് 19-ന് പുറത്തിറങ്ങുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതേ ദിവസം തന്നെയാണ് യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക്കും റിലീസ് ചെയ്യുന്നത്. ഇക്കാരണം കൊണ്ട് ദുരന്തർ 2 റിലീസ് മാറ്റി എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം. എന്നാൽ ഇത് വ്യാജമാണെന്ന പുതിയ റിപ്പോർട്ടുകളാണ് പിന്നീട് എത്തിയത്.